ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങൾ നമ്മെ ഏവരെയും നയിക്കുവാനാകട്ടെ. ഒളിമ്പസിന്റെ ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ സുസ്ഥിര സാമൂഹ്യ ദർശനം എന്നുള്ള പാഠമാണ് നമ്മളന്ന് കൊണ്ടുപോകുന്നത്. അതിലെ 4ാമത്തെ ഭാഗം സമഗ്ര ആരോഗ്യവും വളർച്ചയും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. Holistic well-being and growth is about health, balance and spiritual development. സമഗ്ര ആരോഗ്യവും വളർച്ചയും. ആരോഗ്യം വ്യക്തികൾക്ക് സമൂഹത്തിനും പ്രധാനമാണ്. നാം ഓരോരുത്തരിലും ആത്മീയവും മാനസികവുമായ വളർച്ച വ്യക്തിപരമായും കൂട്ടമായും വളർത്തിയെടുക്കണം. ശരിയായ വളർച്ച എന്നത് ആത്മീയവും വൈകാരികവും വ്യക്തിപരവും ശാരീരികവും പ്രതിഭാസപരമായ വികാസമാണ്. ആരോഗ്യവും സൗഖ്യവും പോലെ തന്നെ പ്രധാനമാണ് വൈകാരിക ബുദ്ധിയും മനസ്സിന്റെ സന്തുലിതാവസ്ഥയും. ഒരു സുസ്ഥിര സമൂഹത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ജൈവ ഭക്ഷണവും സമഗ്ര ആരോഗ്യ പരിരക്ഷയും നൽകണം. രോഗങ്ങളെ ഒരു കർശനമായ ചികിത്സാ രീതിയിലൂടെ മാത്രം കാണാതെ എല്ലാ വശങ്ങളിൽ നിന്നും നിരീക്ഷിക്കുന്ന സമഗ്ര സമീപനം സ്വീകരിക്കണം. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉന്മേഷം നിലനിർത്താൻ വിനോദം, സർഗാത്മകത, സന്തുലിതാവസ്ഥ എന്നിവ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും ആത്മീയ വളർച്ചയും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ നമ്മൾ ഈ പ്രീ ഫെലോഷിപ്പിനെ കുറിച്ചുള്ള പ്രസന്റേഷനിൽ നമ്മൾ അവതരിപ്പിച്ച വിഷയത്തിന്റെ രത്നച്ചുരുക്കം നിർമ്മിത ബുദ്ധി ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് അതിന്റെ ഒരു സാങ്കേതിക പ്രശ്നം ഈ വാചകത്തിലുണ്ട്. എങ്കിലും നമുക്ക് വിഷയത്തെ പരിചയപ്പെടാൻ ഇത് മതിയാവുമെന്ന് തോന്നുന്നു. ഈ സമഗ്ര ആരോഗ്യം എന്ന് പറയുന്ന ഒന്ന്, ആരോഗ്യം എന്ന് പറയുമ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറ്റുക, അസുഖം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് കുറച്ചു പേർക്ക് മാത്രം താല്പര്യമുള്ളതാണ്. പൊതുവിലുള്ള കാര്യം എന്ന് വെച്ചാൽ അസുഖം വന്നാൽ മാറ്റാനുള്ള വഴികൾ കാണുക. അപ്പോൾ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വീട് എടുക്കുമ്പോൾ പോലും അടുത്ത് ഹോസ്പിറ്റലുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ആരോഗ്യ സംരക്ഷണം നമ്മുടേത്. അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുവയ്ക്കുക. അല്ലാതെ ആരോഗ്യം സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇത് വ്യക്തിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആരോഗ്യം എന്നുള്ളത് പ്രധാനമാണ്. ആരോഗ്യം എന്നുള്ളത് ഒരു വ്യവസ്ഥ കൃത്യമായി പ്രവർത്തിക്കാനുള്ള സംവിധാനമാണ്. ശരീരത്തിന്റെ വ്യവസ്ഥ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ ആരോഗ്യമുണ്ടെന്ന് പറയും. സമൂഹത്തിന്റെ വ്യവസ്ഥ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ അതിന് ആരോഗ്യമുണ്ടെന്ന് പറയും. ഈ ആരോഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഓരോ വ്യക്തിയിലും നമ്മൾ ആത്മീയമായ മാനസികമായ വളർച്ച വ്യക്തിപരമായും കൂട്ടായും വളർത്തിയെടുക്കണം. ഓരോരുത്തരിലും വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ ആത്മീയമായ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഈ ഞാൻ അറിയുന്ന ഭൗതികമായ ഒരവസ്ഥ മാത്രമല്ലാതെ സവിശേഷതകളുള്ള, മൂല്യങ്ങളുള്ള, പരസ്പര ബന്ധങ്ങളുള്ള, പശ്ചാത്തലങ്ങളുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് എന്റെ പ്രതിഭാസങ്ങളെല്ലാം അറിഞ്ഞ് ബോധ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആത്മീയം എന്ന് പറയുന്നത്. അല്ലാതെ ഭൂമിക്ക് വെളിയിൽ നിന്നും വരുന്ന ഏതോ ഒരു ശക്തിയുടെ സ്വാധീനത്താൽ ഉള്ള ഒന്നല്ല. നാം ഇവിടെ ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. ജീവൻ എന്ന് പറയുന്നതിലും വലിയൊരു അത്ഭുതം ലോകത്തില്ല. സ്വയം സംഘടിച്ച്, സ്വയം പരിചരിച്ച്, സ്വയം സംരക്ഷിച്ച്, സ്വയം വംശീകരിച്ച് നിലനിൽക്കുന്ന ആ ജീവൻ എന്നുള്ള മഹാപ്രതിഭാസത്തിന് ഒട്ടേറെ മാനങ്ങൾ, നമ്മൾ കാണുന്ന ഭൗതികമല്ലാത്ത ഒട്ടേറെ മാനങ്ങളുണ്ട്. ആ മാനങ്ങളിൽ ഒന്നാണ് ഈ സ്വയം സംഘാടനം എന്ന് പറയുന്നത്. അതിന്റെ പ്രാഥമിക മാനമാണെങ്കിൽ അത് തുടരുന്ന മറ്റു ഒരുപാട് മാനങ്ങൾ, അതായത് അതിന് മൂല്യങ്ങളുണ്ടാവും, സവിശേഷതകൾ, ഗുണങ്ങൾ വന്നു ചേരുന്ന ഒരവസ്ഥ ഉണ്ട്. എന്റെ ശരീരത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഈ സവിശേഷത എന്ന് പറയുന്നത് ഭൗതികമായ ഒരു ജഡവസ്തുവിനുണ്ടാകുന്നത് ഒന്നല്ല. അത് സവിശേഷതകളായി തീരുന്ന ആ ഒരു അവസ്ഥയുള്ളതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുക. അപ്പോ അത് ആത്മീയ വസ്തുവിനാണ്, ആത്മീയ സത്തയ്ക്കാണ് ഈ സവിശേഷത വന്നു ചേരുക. അതുപോലെ തന്നെ ഈ ശരീരത്തിന്, ജീവനുള്ള ശരീരത്തെയാണ് മനസ്സെന്ന് പറയുന്ന സ്വയം എന്തു വേണം ഏതു വേണം എന്നുള്ളത് വിവേചിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക. അപ്പോ മാനസികമായിട്ടുള്ള ഒരു സത്ത കൂടെയാണ് ഞാൻ.
അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആത്മീയമായും മാനസികമായും വളർച്ച നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ കിട്ടുന്ന ആ ജഡാവസ്ഥയിൽ നിന്നും ഈ പ്യുവർ ആയിട്ടുള്ള ആത്മീയ ഭാവം, ആത്മീയ സവിശേഷതകൾ, ലോജിക്ക് ഇല്ലാത്തൊരവസ്ഥ അവിടെയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതിൽ നിന്നും പിന്നെ ജീവിതത്തിന്റെ പല തിരക്കുകളിലേക്ക് ചെന്ന് ജീവിത വ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തനിക്ക് കിട്ടിയ സവിശേഷതകളെല്ലാം തന്നെ ഈ ജഡവസ്തുവിനെ ചാക്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങളായിട്ട് ഉപയോഗിക്കും. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ ഇതിനെ പരമാവധി അങ്ങ് ശരികെട്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. അതിൽ നിന്നും വിടുതൽ നേടി ശരീരത്തിന്റെ സവിശേഷതകളെ അതിനെ അതേപോലെ സൂക്ഷിച്ച് ഇമാക്കുലേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മൾ ഈ പഴയ വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആ വാഹനങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിന്റെ ഏറ്റവും പുതിയത് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആക്കി സൂക്ഷിക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടാവില്ല. പല വീടുകളിലുള്ള വാഹനങ്ങളൊക്കെ കിടക്കുന്നത് ഞാൻ മനസ്സിലാവും. തുടക്കില്ല, ഒന്നും പൊടി തട്ടുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ അങ്ങ് കിടക്കും. അതിന്റെ അർത്ഥം എന്താണ്? അതിന് ആ റെസിലിയൻസിലേക്കുള്ള ജൈവതയുടെ സ്വഭാവം എന്നുള്ളത് നമ്മൾ ആ വാഹനത്തിന്റെ മുകളിൽ കാണുന്നില്ല, പാലിക്കുന്നില്ല എന്നുള്ളതാണ്. വാഹനത്തിന് തനിയെ നന്നാവാൻ കഴിയില്ല. അപ്പൊ നമ്മളതിനെ തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മാത്രമേ അത് പഴയ രൂപത്തിലേക്ക് ആവുള്ളൂ. അങ്ങനെ ആക്കിയെടുക്കാനുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിക്കുകയും അത് നമ്മുടെ ശരീരത്തിലും സമൂഹത്തിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെ അത് ശുചീകരണ പ്രക്രിയ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കേടുവരുന്നതിനെ നന്നാക്കിയെടുക്കാൻ, ആ നന്നാക്കിയെടുക്കാനുള്ള ശേഷിയാണ് നമ്മൾ ഈ സവിശേഷത എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം, അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം വേണമെന്നുള്ളത് ആസൂത്രണം ചെയ്തതാണ് മാനസികം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയവും മാനസികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളും എപ്പോഴും നന്നായിരിക്കുക, ശുഭകരമായിരിക്കുക, നവീനമായിരിക്കുക, സജീവമായിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു മാനസികാവസ്ഥയിലേക്ക്, ഈ ആത്മീയ ബോധ്യത്തിലേക്ക് നമ്മളായിത്തീരുക എന്നുള്ളതാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ജനിക്കുമ്പോൾ കിട്ടിയ ആ ഇമാക്കുലേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് ജീവിത വ്യാപാരങ്ങളിലൂടെ കറപ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ പതുക്കെ ശുചീകരിച്ച് ശുഭീകരിച്ച് ഏറ്റവും നന്നാക്കി എടുക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അതിനെയാണ് നമ്മളിവിടെ വളർച്ച എന്ന് പറയുന്നത്, അല്ലാതെ ജഡ ശരീരം വളർന്നു നിൽക്കുന്നതിനെ അല്ല. അപ്പോ ശരിയായ വളർച്ച എന്നത് ആത്മീയവും വൈകാരികവും വ്യക്തിപരവും ശാരീരികവും പ്രതിഭാസപരമായ വികാസമാണ്. ഇപ്പൊ ആത്മീയം എന്താണെന്ന് പറഞ്ഞു. ഇനി വൈകാരികം എന്ന് പറയുമ്പോഴോ നമുക്ക് വികാരങ്ങളുണ്ട്. എന്താണ് വികാരം എന്ന് പറയുന്നത്? ചുറ്റുപാടും എന്തുണ്ടാവുന്നോ ഉണ്ടാകുന്നതിനനുസരിച്ച് അതിന് പ്രതിനില കൊള്ളുവാനുള്ള ശാരീരിക കാലാവസ്ഥയാണ് വൈകാരികത. അപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രതിനില കൊള്ളുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിനില എങ്ങനെയാണ് കൊള്ളുക? അങ്ങനെയാണോ, ഞാൻ അതിലില്ല, അല്ലെങ്കിൽ ഞാൻ അതെടുക്കില്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കത് വേണ്ട. ഞാൻ എപ്പോഴും അതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ ഞാനാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അനുരൂപനം ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ അവിടെ വരാതിരിക്കുന്നു. നമ്മൾ മുമ്പിൽ ഒരു കാര്യം കാണുന്നു, അതിനെ അങ്ങനെയാക്കി സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന കാര്യത്തോട് പൊരുത്തമായി അനുരൂപത്തിലായി നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പരിസരത്തോടും പ്രകൃതിയോടും ഇഴചേർന്ന് നിൽക്കുന്നത്, അല്ലെ? പക്ഷേ അതിന് സാധ്യതയില്ലാത്ത രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യുകയോ റെസിസ്റ്റ് ചെയ്യുകയോ കൗണ്ടർ ചെയ്യുകയോ അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനോ ശ്രമിക്കുന്ന സമയത്ത്, അതെന്ത് തന്നെ ആയിക്കോട്ടെ, എന്റെ നേരെ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, ആ നെഗറ്റീവിനോട് പോലും ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, അതിനെ സ്വീകരിക്കാതെ നിൽക്കുന്ന സമയത്ത് എന്റെ വൈകാരികത എന്ന് പറയുന്നത് എന്റെ ശരീരത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, എന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ഒരു പ്രതിഭാസമായി നിലനിൽക്കുന്നു. അവിടെയാണ് വളർച്ച വേണ്ടത്. അനുരൂപനം. ഇപ്പോ കൊച്ചു കുഞ്ഞ് കരയുകയാണ്, കൊച്ചു കുഞ്ഞിനോട് കുഞ്ഞിനെ കരച്ചിൽ നിർത്തും എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നിർത്താൻ കഴിയില്ല. നമ്മൾ പറയുന്ന ലോജിക്കോ നമ്മുടെ ഇതായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും കുഞ്ഞിന് മനസ്സിലാവില്ല. ഇപ്പൊ ലഡു വേണമെന്ന് വെച്ചാൽ ലഡു വേണം, ലഡുവിൽ മുന്തിരിങ്ങ ഇല്ലാന്ന് വെച്ചാൽ മുന്തിരിങ്ങ ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ കുഞ്ഞിന്റെ ആവശ്യം അതാണ്. നമ്മളിപ്പോ ലഡുവിൽ മുന്തിരിങ്ങ ഇല്ലാതെ നിന്നാൽ എന്താ കുഴപ്പം എന്ന് നമ്മൾ കുഞ്ഞിനോട് ചോദിച്ചാൽ കുഞ്ഞിന് മനസ്സിലാവില്ല വെച്ചാൽ അവന് അത് ഉൾക്കൊള്ളില്ല. അപ്പോൾ അവന്റെ ശ്രദ്ധ തിരിക്കാനുള്ള സ്ട്രാറ്റജി, നയതന്ത്രജ്ഞത നമ്മൾ കാണിക്കേണ്ടി വരും. കുഞ്ഞ് കരയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ വികാരം വല്ലാതെ കയറിപ്പോയി. ആ അവസ്ഥയിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ അതിനോട് ഞാൻ പ്രതിനില കൊള്ളുന്നു എന്ന രീതിയിൽ കുഞ്ഞിനെ രണ്ടടിച്ച്, അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ദൂരെ കളഞ്ഞ്, അതല്ലെങ്കിൽ കുഞ്ഞിനെ വിട്ട് നമ്മൾ ദൂരത്തേക്ക് പോയി, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതികരിക്കാം. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അനുരൂപനം സാധ്യമാകുമോ? ജീവിതം ശുഭകരമായി മുൻപോട്ട് പോകുമോ? ഇല്ല. അതിനു പകരം അതിനെ സ്ട്രാറ്റജിക്കായിട്ട്
ഡിപ്ലോമാറ്റിക് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അത് കാപട്യമാണെന്ന് കരുതുന്ന ഒരവസ്ഥയിൽ നമുക്ക് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് എപ്പോഴും പരിഭാഗപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ സവിശേഷതകളെ ഇമാക്യുലേറ്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരവസ്ഥയാണ്. വൈകാരികത എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ശാരീരിക കാലാവസ്ഥ നിരന്തരമായിട്ട് അനുരൂപനത്തിന് പാകത്തിലാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. അതിവ്യക്തപരമായിട്ടും നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാവണം, ശരീരത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല, വ്യക്തിത്വത്തിൽ ഉണ്ടാവണം. നമ്മുടെ ബിഹേവിയറിൽ നമ്മൾ കാര്യങ്ങളെ കാണുന്നതിൽ, അപ്രോച്ച് ചെയ്യുന്നതിന്, പെർസീവ് ചെയ്യുന്നതിന് ഒക്കെ അതുണ്ടാവണം. അത് നമ്മുടെ പ്രവർത്തന തത്വത്തിൽ കാണണം. അതാണ് പ്രതിഭാസപരമായ വികാസം എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ വീട്ടിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ ജനാലകളുടെ മൂലയിൽ വന്നു ചേരുന്ന പൊടി തട്ടിവെക്കാനുള്ള മനോതലം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും വീടിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായി അടിച്ചു തുടച്ചു വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള മനോതലം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, വൃത്തിയായി സൂക്ഷിക്കുക, അതിന്റെ മുക്കും മൂലകൾ പോലും വൃത്തിയാക്കുക എന്ന ചിന്താ പദ്ധതി, അതിന്റെ ഒരു പാറ്റേൺ എന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു പാറ്റേൺ എന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് എന്റെ ശരീരത്തെ ഞാനെന്നുള്ള വ്യക്തിയുമായി ബന്ധപ്പെടുന്ന സർവ്വകാര്യങ്ങളിലും ഈ ശുചീകരണവും ശുദ്ധീകരണവും നിരന്തരം നടത്താൻ പാകത്തിലുള്ളതാണ്. ഈ ഒരു ഫാക്കൽറ്റി അവിടെ ഉണ്ട്. ഈ ഫാക്കൽറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് ഈ ജനാല തുടയ്ക്കുക, വാഹനം തുടയ്ക്കുക, വീട് തുടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. എന്തെങ്കിലും ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഉടനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഈ വിധത്തിലുള്ള ഈ റെജുനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിലിയൻസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സ്വഭാവം നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ ഇതാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ ഇവയെ റീഓർഗനൈസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു പാറ്റേൺ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വികസിച്ചു വരേണ്ടതാണ്. ഇതൊക്കെ ജനിക്കുമ്പോൾ കിട്ടും കുറെ സ്വഭാവങ്ങൾ. ജീവിത വ്യാപാരത്തിലേക്ക് പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ പോയി കിട്ടും. അതിൽ നിന്നും പിന്നെ നമ്മൾ ജീവിതത്തിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന സമയത്ത് ഇതിനെ റീബിൽഡ് ചെയ്യാനുള്ള ശേഷി വന്നു ചേരുക എന്നുള്ളതാണ് പ്രതിഭാസപരമായ വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യവും സൗഖ്യവും പോലെ തന്നെ പ്രധാനമാണ് വൈകാരിക ബുദ്ധിയും മനസ്സിന്റെ സന്തുലിതാവസ്ഥയും. മനസ്സെന്ന് പറയുന്നത് ഇതിനെല്ലാം ആസൂത്രണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആസൂത്രണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എന്താണ് മുമ്പിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. നമുക്കതിന് കൺഫ്യൂഷൻസ് ഇല്ല, നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പോൾ ആ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതിന് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള തുറന്ന ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. മുന്നിലൂടെ കടന്നു പോകുന്നതിനെ സ്വീകരിച്ച് കടത്തിവിടാനുള്ള മനോതലം ഉണ്ടാകേണ്ടതുണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമായി ഈ ആസൂത്രണ പദ്ധതിയിലൂടെ കടന്നുപോകും. ഇതുപോലെ തന്നെ വളരെ ഞാനിപ്പോ പറഞ്ഞതെല്ലാം തന്നെ ഭൗതികമായ വസ്തുക്കളെ കുറിച്ചല്ല, നമ്മുടെ ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്ന സ്വഭാവവിശേഷങ്ങളെ കുറിച്ചാണ്. ഈ സ്വഭാവവിശേഷം അവിടെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനൊരു ഭൗതിക ശരീരമുണ്ടാവും, ഭൗതികമായ പ്ലാറ്റ്ഫോം ഉണ്ടാവണം. അപ്പോ ആ ഒരു പ്ലാറ്റ്ഫോം, ഭൗതികമായ ഒരു ശരീരം ഉണ്ടാകണമെങ്കിൽ ആ ഭൗതികമായ ദ്രവ്യങ്ങൾ നമ്മൾ അതിന് നൽകണം. അതിനാണ് ആരോഗ്യ നിലനിർത്തുന്ന രീതിയിലുള്ള ജൈവ ഭക്ഷണം എന്ന് പറയുന്നത്. ജൈവ ഭക്ഷണം എന്നുള്ളത് അല്ലെങ്കിൽ സ്വാഭാവികമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് പാരമ്പര്യ രീതിയിലുള്ള ആയിക്കോട്ടെ, നമ്മുടെ സഹജമായ ഭക്ഷണം, ഇപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക അങ്ങനെയുള്ള രീതി ഒന്നും വേണമെന്നില്ല. നമ്മളെ പാരമ്പര്യത്തിലുള്ള ഭക്ഷണങ്ങൾ അത് സ്വാഭാവികമായി നമ്മൾ കഴിച്ചു വരികയാണെങ്കിൽ, ശുദ്ധമായ രീതിയിൽ അനുചിതമായ രാസവസ്തുക്കളോ അന്യവസ്തുക്കളോ ഇല്ലാത്ത ഭക്ഷണം നമ്മൾ കഴിച്ചു വരികയാണെങ്കിൽ തന്നെ ശരീരം സ്വാഭാവികമായ താളത്തിലേക്ക് എത്തിച്ചെല്ലും. അത് ഉൽപ്പാദിപ്പിക്കുന്ന മനോമയ കോശം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. നല്ല ശുദ്ധമായ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിട്ട് അത് മാറും, അല്ലെങ്കിൽ അതങ്ങനെ നിലനിൽക്കും. അത് മാത്രമല്ല, അവിടെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കൃത്രിമ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിന്റെ ശുചീകരണ ആവർത്തനങ്ങൾ വന്നു ചേരും. അപ്പോൾ ജലദോഷം വരും, ഇടയ്ക്ക് പനി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിന് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നിരന്തരം ദിവസവും വരും എന്നല്ല പറഞ്ഞത്, ഒരു വർഷത്തിൽ ഒരു തവണയോ 2 തവണയോ ഒക്കെ ഇത് വന്നുകൊണ്ടിരിക്കും. ഇത് ശുചീകരണമാണ്. നിത്യേന ടോയ്ലറ്റിൽ പോകുന്നത് ഒരു അസുഖമല്ലല്ലോ, രോഗമല്ലല്ലോ, അത് ശുചീകരണമാണ്. അതുപോലെ തന്നെ പനിയൊക്കെ വരിക എന്നുള്ളത് ശുചീകരണം. അപ്പൊ അതിന് സമഗ്രമായ ആരോഗ്യ പരിരക്ഷയാണ് നൽകുന്നത്. പനി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരസെറ്റമോൾ കഴിച്ച് അവിടെ നിർത്തുന്ന ഒരവസ്ഥയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആരോഗ്യം എന്നുള്ളത് അവിടെ സ്റ്റക്കായി തൽക്കാലത്തേക്ക് ആരോഗ്യം, ഈ ശുചീകരണം എന്ന് പറയുന്നത്, പനി എന്ന് പറയുന്നത്, ശുചീകരണം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ഈ ആരോഗ്യം
അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിന്റെ സഹജതാളം തെറ്റുമെന്നുള്ളത് കൊണ്ട് നമ്മൾ സമഗ്രമായ കാഴ്ചയുള്ള ആരോഗ്യ പരിരക്ഷ നൽകണം. അതിന് പലപ്പോഴും നമ്മൾ അനുവർത്തിക്കുക ഈ പാരസെറ്റമോളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കർശനമായ ചികിത്സാ രീതികളാണ്. കർശനമായ ചികിത്സാ രീതി ചിലപ്പോൾ ആരോഗ്യ വകുപ്പൊക്കെ നമ്മുടെ മുന്നിൽ വെക്കുന്നത് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണ്. ശരീരത്തെ യന്ത്രമായി കരുതുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തെ വെച്ചുകൊണ്ട് അങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതിലൂടെ മാത്രം പോകുന്ന ഒരു അവസ്ഥ പൊതുസമൂഹത്തിൽ ഉണ്ട് താനും. അത് തെറ്റാണെന്നുള്ളത് കൊണ്ട് ആ വഴിക്കേ പോകില്ല, അപകടം വന്നാൽ പോലും ആ വഴിക്ക് പോകില്ല എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്, പ്രകൃതി ചികിത്സകരും ആൾട്ടർനേറ്റീവ് ഹീലിംഗിന്റെ ഒക്കെ മേഖലയുള്ളവർ. ഈ രണ്ടു കൂട്ടരും തന്റെ വാദം ശരിയാണെന്ന് പറയുന്നിടത്ത് ചെറിയ പ്രശ്നമുണ്ട്. ഈ ഇപ്പൊ ഇംഗ്ലീഷ് വൈദ്യം എന്ന് പറയുന്ന പോസ്റ്റ് മോഡേൺ വൈദ്യം എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ, അത് ട്രോമ കെയറിന് അതുപോലെ പറ്റിയൊരു സംഭവമില്ല. ഒരു അപകടമുണ്ടായി, ഒരു ദുരന്തമുണ്ടായി, ആ സമയത്ത് അതുപോലെ ശരീരത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേറൊരു സംവിധാനം ഇല്ല. അതവിടെ ഉപയോഗിക്കേണ്ടതാണ്, അതിനെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതേസമയം ശരിയായ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ മോഡേൺ വൈദ്യം എന്ന് വിളിക്കപ്പെടുന്ന സംവിധാനത്തിന് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ല. മിമിക്ക് ചെയ്യാനും ചില ഈ മാനേജ്മെന്റിനൊക്കെ ഉപകരിക്കും, അതിനും അപ്പുറത്തേക്കും ചെയ്യാല്ല. മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നത് തെറ്റുമില്ല, മാനേജ്മെന്റിന് മാത്രമേ ഉപയോഗിക്കാവൂ, അതൊരു സ്ഥിര സംവിധാനമായിട്ട് ഉപയോഗിക്കരുത്. ഇപ്പൊ ഒരു നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര ചെയ്യാറുണ്ട്, ആ സമയത്ത് ഗംഭീരമായിട്ട് തലവേദനയുണ്ട്, ടോയ്ലറ്റിൽ പോകാത്തത് കൊണ്ടാണ്, ശരീരം ശുചീകരിക്കാത്തത് കൊണ്ടാണ്, വിശ്രമം കിട്ടാത്തത് കൊണ്ടാണ് തലവേദന വന്നതൊക്കെ ശരി. പക്ഷെ ആ സമയത്ത് നമുക്കിത് മാറ്റിവെക്കാൻ നിർത്തിയില്ല. നമ്മൾ ആ സമയത്ത് അതിനു വേണ്ടിയുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു ഗുളിക വൈദ്യനെ കണ്ടു വാങ്ങിച്ച് കഴിച്ചു. അത് തെറ്റില്ല, അത് മാനേജ്മെന്റ് ആണ്. പക്ഷെ അതൊരു സ്ഥിരം പരിപാടിയാക്കിയാലോ, എപ്പോ പ്രശ്നം വരാൻ തുടങ്ങിയാലും, പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാലും ഉടനെ തന്നെ മരുന്ന് കഴിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിലോ, അത് ആ ശരീരത്തെ മുഴുവൻ കേടുവരുത്തിന്ന് വരും. അപ്പോ രോഗങ്ങളെ ഒരു കർശന ചികിത്സാ രീതിയിലൂടെ മാത്രം കാണാതെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കുന്ന ഒരു സമഗ്ര സമീപനം സ്വീകരിക്കണം. അപ്പൊ എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഞാൻ ഇത് മാത്രമേ ചെയ്യാവൂ, അല്ലെ മറ്റൊന്നും ചെയ്യേണ്ടതുണ്ടോ, പുതിയൊരു ചികിത്സാ രീതിയിലേക്ക് ഞാൻ പോകേണ്ടതുണ്ടോ, അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതിന് സമഗ്രമായ സമീപനം വേണം. അലോപ്പതി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അലോപ്പതി മാത്രം പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് പോരാ, എല്ലാം ആകാം. അതാത് സ്ഥലങ്ങൾ, ട്രോമയ്ക്ക് അലോപ്പതി, സാധാരണ രീതിയിലുള്ള മറ്റേ കുട്ടികൾക്കൊക്കെ വരുന്ന പരിപാടികൾക്കൊക്കെ ഹോമിയോ ഒക്കെ കൊടുക്കാം. അതല്ല ശുചീകരണമാണ് ആവശ്യമെങ്കിൽ ചികിത്സ ചെയ്താൽ മതി. അതല്ല താൽക്കാലികമായിട്ട് നമുക്ക് ചില റെമഡികളൊക്കെ ചെയ്താൽ മതി, അക്യുപങ്ചർ ചെയ്താൽ മതി. ഇത് ഓരോന്നും ഓരോ സമയത്ത് ഓരോന്നാണ് വേണ്ടി വരിക. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നമ്മളിതെല്ലാം പഠിച്ചു വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എല്ലാ വശങ്ങളിൽ നിന്നും ഇതിനെ സമീപിക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരു സമഗ്ര സമീപനം നമുക്കുണ്ടാവും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉന്മേഷം നിലനിർത്തേണ്ടതുണ്ട്. ഈ മുമ്പേ പറഞ്ഞ മനസ്സിന്റെ അവസ്ഥ, സവിശേഷതകൾ, ശരീരത്തിന്റെ പ്രതിഭാസങ്ങൾ, ഇവയെല്ലാം അതേപോലെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉന്മേഷം നിലനിർത്തണം. നമ്മുടെ ഡോപ്പമൈൻ ലെവലും സെറോട്ടോണിൻ ലെവലും ഒക്കെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് നിൽക്കണം. അത് നമുക്ക് വിനോദങ്ങൾ ആവശ്യമാണ്. വിനോദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് പറയുന്ന സൈറ്റിലെ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ നോൺ വയലന്റ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വനത്തിൽ പോവുക എന്നുള്ളത്, നമ്മളെ നേച്ചർ ക്യാമ്പിന്റെ കാര്യം പറയുമ്പോൾ വനത്തിൽ പോവുക എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. വനത്തിൽ പോകുമ്പോൾ ഓരോ ബോട്ടിൽ കൊണ്ടുപോകണം, എന്നിട്ട് അവിടെ ഇരുന്ന് കുടിക്കണം, കുടിച്ചതിന് ശേഷം അവിടെ കിടന്ന് പരാക്രമം കാണിക്കണം, ഈ ബോട്ടിൽ അവിടെ കിടന്ന് തല്ലി ഉടയ്ക്കണം. സോ അവരവന് മാത്രം പ്രശ്നം എന്നുള്ളതല്ല, ഒരുപാട് പേർക്ക് ആവർത്തിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടാണ് അവിടെ തിരിച്ചു വരിക പലരും. അപ്പൊ ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോ നമ്മൾ ഗെയിം കളിക്കുന്നു, വിനോദത്തിന്റെ പേരിൽ ഗെയിം കളിക്കുന്നു, വിനോദത്തിന്റെ പേരിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കാണുന്നു, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിനോദത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും എൻവയോൺമെന്റിന് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടി, അത് നടത്തുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടിയാണ് അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതുവഴി ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ജീവികളെ കൊല്ലുന്നു, ഓരോ കാര്യങ്ങൾക്കും ഇഷ്ടംപോലെ എണ്ണ കത്തിക്കുന്നു, ഓരോ കാര്യങ്ങൾക്കും ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നു, അത് വേസ്റ്റാക്കി കളയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് വേണ്ടത് വെച്ചാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിനോദങ്ങൾ,
സർഗാത്മകതകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ബാലൻസ്ഡ് ആവണം. സന്തുലിതാവസ്ഥ ഇത് നിലനിർത്തുന്ന രീതിയിലായിരിക്കണം. വിനോദങ്ങൾ ചെയ്യുമ്പോഴും അത് എൻവയോൺമെന്റൽ ബാലൻസ് നിലനിർത്തുന്നതായിരിക്കണം, മെന്റൽ ബാലൻസ് നിലനിർത്തുന്നതായിരിക്കണം, റിലേഷൻഷിപ്പിലെ ബാലൻസ് നിലനിർത്തുന്നതായിരിക്കണം, എക്കണോമിക്കൽ ബാലൻസ് നിലനിർത്തുന്നതായിരിക്കണം. ആ ഒരു ബാലൻസ് നിലനിർത്തുന്ന രീതിയിലുള്ള ആരോഗ്യമാണ്, അല്ലെങ്കിൽ വിനോദങ്ങളും എന്റർടൈൻമെന്റും ഒക്കെയാണ് വേണ്ടത്, ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത്. ഇത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് ആരോഗ്യമുണ്ടാകണം, സന്തോഷമുണ്ടാവണം, സംതൃപ്തി ഉണ്ടാവണം. സംതൃപ്തമല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല, പിന്നെയും പിന്നെ നമ്മൾ തേടിപ്പോവും. സംതൃപ്തി ഉണ്ടാവണം, മാത്രമല്ല ആത്മീയ വളർച്ച ഉണ്ടാവണം. ഇതെല്ലാം ലഭ്യമാകുന്ന ഒരവസ്ഥയാണ് ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതിന് ആദ്യം അറിവുണ്ടാവുക, അതിന്റെ പ്രാക്ടീസ് ഉണ്ടാവുക, അതൊരു വ്യവസ്ഥയിലായിരിക്കുക, അതൊരു കൂട്ടവുമായി ചേർന്നിട്ടാവുക. ഇങ്ങനെയാകുന്ന സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഈ പറയുന്ന ആരോഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥ, സന്തോഷം എന്ന് പറയുന്ന ഒരവസ്ഥ, സംതൃപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ, അത് ആത്മീയമായിട്ട്, വൈകാരികമായിട്ട്, വ്യക്തിപരമായിട്ട്, ശാരീരികമായിട്ട്, പ്രതിഭാസപരമായിട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യ ദർശനം, അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള വീക്ഷണം. ഈ വീക്ഷണത്തിലൂടെ ആകട്ടെ നമ്മുടെ തുടർന്നുള്ള യാത്രകൾ എന്ന് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.